ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടക്കുമ്പം തന്നെ കാണുന്നത് നമ്മുടെ സേതു മാധവൻ വീട് വിട്ട് പോകാനായിട്ട് റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സേതുവേട്ടൻ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിച്ച പല്ലവി, അതെ സേതുവേട്ടാ, ഈ വീട് വിട്ട് ഇറങ്ങുവാണെങ്കിൽ ഞാനും ഇറങ്ങും എന്ന് പറഞ്ഞു. പല്ലവി, തനിക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത്? ഞാനും കൂടെ വരും എന്ന് പറഞ്ഞു. പക്ഷേ അതെ, മനസ്സിലാക്കി നീ ഒന്ന് പെരുമാറ് എന്ന് സേതു ഇങ്ങനെ പല്ലവിയോട് പറയാണ്. പക്ഷെ സേതുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും സേതുവേട്ടൻ ഇല്ലാത്ത വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ജീവിതമാവുമ്പോൾ ഇങ്ങനത്തെ കുറേ പ്രതിസന്ധികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെ നമ്മൾ മറികടക്കുക ചെയ്യേണ്ടത്, അല്ലാതെ ഒളിച്ചോടുക അല്ല ചെയ്യേണ്ടത്. പിന്നെ എല്ലാം ശരിയാവും സേതുവേട്ടാ. അത് മാത്രവുമല്ല, ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പൂർണിമാമയുടെ കാര്യം അത് പൂർണിമാമ ഒരിക്കൽ മനസ്സിലാവും. അത് ഇന്നും നാളെയും മനസ്സിലാക്കും എന്നല്ല, അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതെ, ഇപ്പോഴല്ല ഞാൻ പറഞ്ഞ കാര്യം, എപ്പോഴെങ്കിലും അത് മനസ്സിലാവണമെങ്കിൽ സേതുവേട്ടൻ ഇവിടെ ഉണ്ടായേ പറ്റൂ എന്ന് പല്ലവി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീഹരിയും അങ്ങോട്ടേക്ക് വന്നു. കേട്ടോ, പോവാത്രേ നിന്റെ സേതുവേട്ടൻ എന്ന് ശ്രീഹരിയോട് പറയാം. ഈ താടി മീശയുള്ളൂ, ഒട്ടും ബലമില്ല മനസ്സിന്. അതുകൊണ്ടാ. എന്നിട്ട് സേതു മാറിക്ക, മരിച്ചുപോയ അച്ഛൻ ഒരു ജോലി ഏൽപ്പിച്ചോ, അത് ഭംഗിയായി ചെയ്തു തീർക്കണമെങ്കിൽ ഇവിടെ നിന്നല്ലേ പറ്റൂ. അതിന് തയ്യാറാവാതെ പോവാണത്രേ. സേതുവേട്ടൻ ഇറങ്ങിയ ഞാനും ഇറങ്ങും, നോക്കിക്കോ എന്ന് പല്ലവി. അപ്പൊ ചേച്ചി മാത്രല്ല, ഞാനും ഇറങ്ങും, കൂടെ അച്ചുവും എന്ന് ഹരിയും. നിങ്ങളെല്ലാരും എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. നിങ്ങൾ സേതുവേട്ടൻ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരവാ, അറിയാലോ. ഋതുവും സ്വാതിയും അവര് വീട് വരെ വേണേ വിൽക്കും. നാട്ടുകാരെന്താ പറയാന്നറിയോ? എല്ലാം നോക്കി നടത്താൻ വന്ന സേതുമാധവനാ ഇതൊക്കെ ചെയ്തതെന്ന്. അതുകൊണ്ട് അതിനും കുറ്റം സേതുവേട്ടന് വീണ്ടും കേൾക്കേണ്ടി വരും. അതിന് തയ്യാറാണോ സേതുവേട്ടൻ? സേതുവേട്ടൻ ആലോചിച്ച് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇതേ ബാഗ് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. മര്യാദക്ക് പറയുന്ന കേക്ക്. പോകുന്നില്ല എങ്ങോട്ടേക്കും, ഇവിടെ നിൽക്കും ഈ വീട്ടില് എന്റെ ഒപ്പം എന്ന് പല്ലവി തീർത്തു പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം സേതു മിണ്ടാതിരുന്നു. എന്നിട്ട് ആള് ടെൻഷൻ അടിച്ച് കുറെ നേരം അവിടെ എവിടെയൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതായത് അച്ചുവും ശ്രീഹരിയും പല്ലവിയും സേതുവും കൂടി. അപ്പൊ വേവി ചേച്ചി ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് ശ്രീഹരിക്ക്. മതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ വിളമ്പി കൊടുക്ക ചേച്ചി എന്ന് സേതു ഇങ്ങനെ പറഞ്ഞപ്പോ വേഗം തന്നെ ചേച്ചി പറയാ, ഈ സമയത്ത് നന്നായി കഴിക്കണം, വിരുന്നിന്റെ സമയ, ബന്ധുക്കളും മിത്രാദികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ വീട്ടിൽ പോയി നന്നായി കഴിക്കേണ്ട സമയമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പോകേണ്ടി വരാത്തതുകൊണ്ടാ. എന്തിനാ ബന്ധുക്കള്? വേവി ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു പല്ലവി. അത് ശരിയാ. അതെ, വെറുതെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കാം. എന്തിനാ വേറെ ജോലിക്ക് പോണത്? അറിയാവുന്ന പണിയെടുത്താ പോരെ, ഓട്ടോ എന്ന് ചോദിച്ചു അച്ചു. അല്ല, അത് വേറൊന്നും അല്ല, ഓട്ടോ ഓടിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്താല് പൊന്നുമടങ്കാർക്ക് അതൊരു നാണക്കേടെന്ന് ഓർക്കുമ്പോ. അത് ശരിയാ എന്ന് ബേബി ചേച്ചി പറഞ്ഞു. അത് ശരി, നാണക്കേടാ. ഓട്ടോ വേണ്ട, ടെക്സ്റ്റൈൽസ് പണിക്ക് പോവാലോ. അല്ലെങ്കിൽ ഋതുവിന് ഹരിയെ ഇഷ്ടമല്ല. ടെക്സ്റ്റൈൽസിൽ ചെന്നാ ഇനി ആ പ്രശ്നം കൂടി, അല്ലെങ്കിൽ ആ ദേഷ്യം അവള് തീർക്കും. ഓട്ടോ ഓടിക്കുന്നതിൽ എന്താ തെറ്റ്? പിടിച്ചു പറിക്കാനൊന്നും അല്ലോ ഹരി പോണത്. ഏത് ജോലിക്കും അതിന്റെ മഹത്വമുണ്ട്. അത് ശരിയാ, ഒരു അഭിമാനക്കുറവ് നോക്കേണ്ട കാര്യമില്ല. എന്താ സേതുവേട്ട അഭിപ്രായം? പല്ലവിയുടെ അഭിപ്രായം തന്നെ എനിക്കും. നന്നായി ഓട്ടോ ഓടിയാ 1000 രൂപ വരെ ഒരു ദിവസം ഉണ്ടാക്കാം. അത്രയും രൂപ ഉണ്ടാക്കിയിട്ടാകുന്ന വേറെ ഏത് ജോലിയുണ്ട്? ഓട്ടോ മതി, എനിക്ക് ഒരു നാണക്കേടും ഇല്ല എന്ന് അച്ചു പറഞ്ഞു. അപ്പൊ ഹരിക്കും സന്തോഷമായി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഋതുവും സ്വാതിയും കൂടി അവിടുന്ന് ഇറങ്ങി വരുന്നത്. സ്വാതി, കല്യാണം കഴിഞ്ഞ ചെറുക്കനെയും പെണ്ണിനെയും ചെറുക്കന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങില്ലേ, അതെന്താ അച്ചുവിന്റെ കാര്യത്തിൽ നടക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ കളിയാക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അയ്യോ, അതറിഞ്ഞൂടെ ചേച്ചിക്ക്? ചെറുക്കന് വീടും കൂടിയില്ല, അതാ പ്രശ്നം. ഓ അയ്യോ, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞു. അച്ഛനാരാ അമ്മ ആരാ എന്നൊക്കെ അറിയാത്ത ഒരാളാണല്ലോ കക്ഷി. സോറി, ഞാനത് വിട്ടുപോയതാ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതുവിന് ദേഷ്യം വന്നു. സേതു എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ പല്ലവി വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയല്ലേ വീടും വീട്ടുകാരും ഒക്കെ ഉണ്ടാവുന്നത്? അപ്പം അച്ചു ഇത് കേട്ടിട്ട് അച്ചുവിനും മിണ്ടാതിരുന്ന് കുറേ നേരം കേട്ടോ.
വീടും വീട്ടുകാരും ഇല്ലെങ്കിൽ എന്താ, എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന, എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ആളെയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയിരിക്കുന്നത്. അത് മതി എനിക്ക് എന്ന് പറഞ്ഞു. ഒരാണിന്റെ സ്വഭാവ ഗുണം അതാ പ്രധാനം, അല്ലാതെ ബന്ധുബലമല്ല. അയ്യോ, ഞാൻ സൂചിപ്പിച്ചോന്നേ ഉള്ളൂ, ദേഷ്യപ്പെടണ്ട. ഷോ, കഷ്ടം തന്നെയല്ലേ, പെണ്ണിന് കൊണ്ടു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം മൃദു. എന്നിട്ട് ഇവളുമാരിങ്ങനെ നിന്ന് ഒരുമാതിരി കളിയാക്കി ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാതെ സേതുവും പല്ലവിയും. പിന്നെ നമ്മൾ കാണുന്നത് നേരെ ചെന്ന ഓട്ടോറിക്ഷയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീഹരി. അപ്പോഴേക്കും നമ്മുടെ അച്യുത ആരതിയൊക്കെ ആയിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ആരതി ഒഴിഞ്ഞ് നന്നായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ആരതിയൊക്കെ ഒഴിഞ്ഞ് ശ്രീഹരിക്കും ആരതി ഒഴിഞ്ഞ് ജോലിക്ക് പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് സ്വാതി വന്ന് നോക്കിയപ്പോഴാണ് ഓട്ടോറിക്ഷ കയറി വരുന്ന കണ്ടത്. എന്നെയും പഠിപ്പിച്ചു തരൂ ഓടിക്കാൻ. എന്തിന്? അച്ഛന് കാർ ഓടിക്കാൻ അറിയില്ലേ? ലൈസൻസ് ഉണ്ട്, പക്ഷെ പ്രാക്ടീസ് ഇല്ല. റോഡിൽ ഇറക്കാൻ പേടിയാ. അത് മാറ്റി തന്നാ മതി. നോക്കാം എന്ന് പറഞ്ഞു. അപ്പോഴേ പല്ലവി വരുന്നത്. ഓട്ടം പോവോ? പിന്നെന്താ, എന്നാ ആദ്യത്തെ ഓട്ടം എന്റെ തന്നെ ആയിക്കോട്ടെ, ഞാൻ കോളേജിലേക്കാ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് സേതു വരുന്നത്. എടാ ഹരി എന്ന് വിളിച്ചോണ്ട. സേതുട്ടാ, അതെ, എന്താണെങ്കിലും അനുഗ്രഹിക്കണം. അതിന് നീ ആദ്യമായിട്ടല്ലല്ലോ ഓട്ടോ ഓടിക്കുന്നത്. അല്ല, എന്നാലും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു കുടുംബമില്ലേ. ഓ, ബോധം നിനക്ക് എപ്പോഴും ഉണ്ടായാ മതി, രക്ഷപ്പെട്ടോളും. അല്ലെങ്കിൽ രക്ഷപ്പെടും. ഞാനാ കണക്ക് നോക്കാൻ പോണത്. വൈകിട്ട് വന്നാലേ കാശ് മുഴുവൻ എന്റെ കയ്യിൽ ഏൽപ്പിക്കണം, അതാ കരാറ് എന്ന് പറഞ്ഞു. അച്ചു, അത് നല്ലതാ, എന്നാ പോവാം എന്ന് പറഞ്ഞു പല്ലവി. സേതുവട്ടം വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് വേറെ സ്ഥലം വരെ പോവാനുണ്ട്. ശരി, എന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പല്ലവിയും കൂട്ടി. അപ്പൊ പോട്ടെ എന്ന് പറഞ്ഞു. പോയിട്ട് വരട്ടെ എന്ന് പറ. അങ്ങനെ വേണം പറയാൻ എന്ന് പറഞ്ഞു അച്ചു. പോയിട്ട് വരട്ടെ, ഉച്ചയൂണ് സമയമാകുമ്പോ വന്നേക്കണം, ഊണിവിടുന്ന് കഴിക്കാം എന്നൂടെ പറഞ്ഞാണ് ശ്രീഹരിയെ പറഞ്ഞു വിട്ടത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ശ്രീഹരി പോയത്. എടി മോളെ, എന്നാ ശരി. പണ്ടായിരുന്നെങ്കിൽ ചേട്ടനെയും ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചേനെ അല്ലേ? ചേട്ടനും വരണം എന്ന് പറഞ്ഞോണ്ടേ അച്ചു ചുമ്മാ പറഞ്ഞതാടി എന്ന് പറഞ്ഞ് സേതുവും വണ്ടിയെടുത്ത് പുറകിന് തന്നെ പോവാണ്. എന്നിട്ട് പടയിളക്കി നിൽക്കുകയാണ് നമ്മുടെ സ്വാതിയും പൂർണിമ അമ്മയും അതുപോലെ തന്നെ ഋതുവും. അപ്പോഴാണ് അച്ചു ആരതിയൊക്കെ ഒഴിച്ചിട്ട് ദേണ്ട അകത്തേക്ക് കയറി വരുന്നത്. അകത്തേക്ക് കയറി വന്നപടി ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എന്താ എന്നുള്ള മട്ടിൽ അച്ചു ഇങ്ങനെ നോക്കി. എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി. ഞങ്ങൾ ഈ വീട് മാറി താമസിക്കേണ്ടി വരുമോ? മനസ്സിലായില്ല. വില കൂടിയ കാറുകൾ മാത്രം കിടന്നിരുന്ന ഒരു മുറ്റമായിരുന്നു പൊന്നുമടത്തിൻ്റെത്. പക്ഷെ അവിടെയാ ഇന്നൊരു ഓട്ടോറിക്ഷ വന്ന് കിടക്കുന്നത്. അത് ശ്രീഹരിയുടെ ഓട്ടോയാ. ഏതവന്റെ ഓട്ടോ ആണെങ്കിലും നാളെ മുതൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ പിന്നെ കണ്ണി കണ്ടവന്മാർക്കൊക്കെ ഓട്ടോ പാർക്ക് ചെയ്യാനുള്ള ഓട്ടോ സ്റ്റാൻഡ് അല്ല, എന്റെ ഭർത്താവാ ശ്രീഹരി. ശ്രീഹരി ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഓട്ടോ ഇവിടെ തന്നെ പാർക്ക് ചെയ്യും എന്ന് പറഞ്ഞു വച്ചു. അതിലൊരു മാറ്റവും ഇല്ല. അപ്പം ഋതു അങ്ങോട്ടേക്ക് ചെന്നിട്ട്, പൊന്നും മടത്തിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ട്, അതെന്താ നീ ഓർക്കാത്തത്? ഒരു ഓട്ടോറിക്ഷ വന്നാൽ തകരുന്നതാണോ പൊന്നും മടത്തിന്റെ അഭിമാനം? പറ ഋതു. അപ്പം അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മ പറ, അതാണോ അമ്മയുടെയും അഭിപ്രായം? അപ്പൊ ഒന്നും മിണ്ടിയില്ല പൂർണിമ. അതെ, ഒരു കാര്യമുണ്ട്. പണ്ട് സ്ട്രീറ്റിലിട്ട് തുണി വിറ്റിട്ടുണ്ട് അച്ഛൻ. അവിടുന്ന് സ്വന്തം അധ്വാനം കൊണ്ട് പട്ടിപ്പടിയായിട്ട് അച്ഛൻ കയറി വന്നത്. എന്താ, പതിയെ ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ടായിട്ട് എത്ര കാലമായി? വന്ന വഴി മറക്കരുതാരും എന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. നാളെ മുതൽ ആ ഓട്ടോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത് നടക്കില്ല, ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ അച്ചു പറഞ്ഞു. എനിക്കും കൂടി അവകാശപ്പെട്ട വീട് തന്നെയാ ഇത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഓട്ടോ പാർക്ക് ചെയ്യും. കണക്ക് പറയാണല്ലേ, എന്നാ എന്റെ ചെലവി കഴിയണ്ട നീയൊന്നും എന്നുടനെ ഋതുവിന്റെ വക. അപ്പൊ ഋതു അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അതെ, നീയും ഇവിടുത്തെ അടുക്കള നടന്നു പോകുന്നത് ടെക്സ്റ്റൈൽസിലെ വരുമാനം കൊണ്ടാണല്ലോ. എന്താ, എന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ടെക്സ്റ്റൈൽസ്. അത് നീ മറന്നു പോണ്ട. നിനക്കും നിന്റെ ഓട്ടോക്കാരനും ഈ വീട്ടിൽ നിന്ന് വല്ലം കഴിക്കണമെങ്കിൽ സ്വന്തം ചെലവിൽ ആയാ മതി എന്ന് പറഞ്ഞു. എന്റെ വിയർപ്പിന്റെ ഓഹരി കഴിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അച്ചു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. പൂർണിമാമ, ഋതു ഭക്ഷണത്തിന് കണക്ക് പറയുന്നോ? അപ്പൊ ഇവര് പറഞ്ഞതോ? അതെ, സ്ഥലത്തിനും വീടിനും കണക്ക് പറയാമെങ്കിൽ ഭക്ഷണത്തിനും കണക്ക് പറയാം എന്ന് സ്വാതിയും പറഞ്ഞു. അപ്പൊ പൂർണിമ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട്, സമാധാനമായോ നിനക്ക്? തൃപ്തിയായോ എന്ന് ചോദിച്ചു. വളരെ സമാധാനത്തോടെ ഇതുവരെ വീട് കഴിഞ്ഞത്.
നിന്റെ കല്യാണത്തോടെ അത് പോയി. തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോഴോ ആദ്യം ചെലവിന് കൊടുക്ക്, എന്നിട്ട് അഹങ്കാരം പറയാം. സംശയം എന്താ? ചെലവിന് തരും, തന്നിരിക്കും. ടെക്സ്റ്റൈൽസിലെ പണം മോഷ്ടിച്ച് നിനക്ക് ശീലമുള്ളൂ. ഞാനും എന്റെ ഭർത്താവും അങ്ങനെയല്ല. അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ചു അങ്ങ് പോയി കേട്ടോ. ആട്ടി കിട്ടിയ പോലെ ആയി പോയി ഋതുവിന്. വേഗം പൂർണിമാമ എടുത്ത് വന്നിട്ട്, കേട്ടോ, ഇതെല്ലാം അമ്മയാ, അമ്മയുടെ കയ്യിലാ തെറ്റ്. ശരിയാ, എല്ലാം എന്റെ തെറ്റ് തന്നെയാ, ഞാൻ തിരിച്ചറിയുന്നു എന്ന് മാത്രം പൂർണിമാമ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല കേട്ടോ ശരിക്കും. അപ്പൊ ശ്രീഹരിയും പല്ലവിയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ശരിക്കും പറഞ്ഞാല് അച്ചു ചേച്ചി എങ്ങനെ പോകുന്നു എന്നുള്ള മട്ടിലാട്ടോ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ ഞാൻ അതിലേക്ക് മാറും എന്ന് പറഞ്ഞു. അതെ, ഇതാ നിന്റെ കുഴപ്പം. ഈ ജോലിക്ക് എന്താടാ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. കുഴപ്പം എന്റെ അല്ല ചേച്ചി, പൊന്നുമടത്തിന് ഒരു അന്തസ്സും നിലയും വിലയൊക്കെ ഇല്ലേ. ഇനി ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചത് കൊണ്ട് അതിനൊരു കുറവ് വരണ്ട എന്ന് പറഞ്ഞു. എടാ, ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഒരു കുറവും വരാനില്ല. ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹത്വവും മാന്യതയും ഒക്കെയുണ്ട്. ഇപ്പോൾ എല്ലാവരും വലിയ ബിരുദമൊക്കെ എടുത്തിട്ട് സ്വന്തം കാലിൽ നിന്ന് പ്രയത്നിക്കാനാണ് നോക്കുന്നത്. അവർക്ക് ആ വലിയ ഹൈടെക് ജോലിയേക്കാൾ നല്ലത് അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തം കാലിൽ ബിസിനസ് ചെയ്ത് കൃഷിയും അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒക്കെ അവർക്ക് ചെയ്യാനാണ് ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യം. അത് നീ മനസ്സിലാക്ക. ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്ന് തന്നെ പല്ലവി പറയാണ് കേട്ടോ. എന്താണെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും അവർക്ക് കുറച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ. നീ ഒന്നും വേണ്ട, നീ എന്താണെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അച്ചുവിനെ സന്തോഷമായിട്ട് നോക്കണം, അത് മാത്രം മതി. സേതുവേട്ടന് മറ്റൊന്നും പ്രധാനമല്ല. അതെനിക്ക് പറ്റുമോന്ന് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു. ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഞങ്ങള് തമ്മില് ഞാൻ എങ്ങനാ ചേച്ചിയോട് ഞാൻ പറയാ ചേച്ചി ആയതുകൊണ്ട് പറയാതിരിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. എന്താ ശ്രീഹരി എന്ന് ചോദിച്ചു. മറ്റാരോടും പറയില്ലേ ചേച്ചി? ഇല്ല, ഞാൻ പറയില്ല. ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതെന്താ എന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ ഒരു തലേണയുണ്ട്. അത് അകന്നു പോണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതെന്താ ശ്രീഹരി അങ്ങനെ? എന്റെ കുഴപ്പമാ, എന്റെ മാത്രം കുഴപ്പമാ. അച്ഛന് ചേർന്ന ഭർത്താവാണോ എന്ന സംശയമായി എനിക്ക്. അച്ഛനെന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അച്ഛന് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ചേച്ചി. ഹരി, പ്രശ്നമാക്കോ നീ? അതെ, ഞങ്ങളായി ഈ വിവാഹത്തിന് മുൻകൈ എടുത്തത്. മറ്റുള്ളവരുടെ മുന്നില് നീ ഞങ്ങളെ നാണം കെടുത്തുവോ? അതൊരിക്കലും ഉണ്ടാവില്ല ചേച്ചി. ആ പേടി എന്താണേലും വേണ്ട. നിന്നെ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് കുറച്ചൊരു സമയം വേണം. ഞാൻ തലണ മാറ്റിക്കോളാം. പക്ഷെ പെട്ടെന്നും പറ്റില്ല ചേച്ചി, പ്ലീസ് എന്ന് പറഞ്ഞു. ശരി, പക്ഷേ ഈ നാടകം അധികം നീ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ ആരോടും ഈ വിവരം തൽക്കാലം പറയില്ല. പക്ഷെ മറ്റേതെങ്കിലും വഴിയില് സേതുവേട്ടൻ ഈ അവസ്ഥ അറിഞ്ഞാൽ, അറിയാലോ നിനക്ക്, ഒന്നാമത് ആ മനുഷ്യന് സങ്കടത്തിലാ നിൽക്കുന്നത്. ഇനി ഇതോടെ കേട്ടാ പൂർത്തീകരിക്കും. എത്രയും വേഗം നീ നിന്റെ മനസ്സിനെ നേരെയാക്കി എടുക്കണം. അച്ചു നല്ല കുട്ടിയാടാ. അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ നിനക്കിനി ജീവിതത്തിൽ കിട്ടില്ല, അതെനിക്കറിയാം. എന്നിട്ടാണോടാ നീ ഇങ്ങനെ കാണിക്കുന്നത്? ദൈവദോഷം കിട്ടും കേട്ടോ, പറഞ്ഞേക്കാം. ശാപം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പല്ലവി ഹരിയെ പറഞ്ഞ് മനസ്സിലാക്കാണ്. പൂർണിമയുടെ അടുത്തേക്ക് സ്വാതി ഓടി വരുക. അമ്മേ, ഋതു ചേച്ചി ഇതേ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി. ചോദിച്ചപ്പോ പറയുക ഇവിടെ താമസിക്കില്ല എന്ന്. അവള് പിന്നെ എങ്ങോട്ട് പോന്നു അറിയില്ല ദേ എന്ന് പറഞ്ഞു. അപ്പൊ ഋതു ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്താ ഋതുത എന്ന് ചോദിച്ചു. ഒരാള് കഴിഞ്ഞപ്പോ അടുത്തയാള്. എന്ത് കഷ്ടാ നോക്കണേ, നിനക്കിത് എന്തിന്റെ കേടാ? എന്തിനാ ഈ ബാഗ് എടുത്തിറങ്ങിയത്? ഞാൻ ഹോസ്റ്റലിലേക്ക് താമസം മാറുക. ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അമ്മയ്ക്കറിയില്ലേ, ദേ വീടിന് മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് എനിക്ക് അപമാന എന്ന് പറഞ്ഞു. അറിയാലോ അമ്മയ്ക്ക്, നമ്മുടെ ക്ലയൻസ് ഓഫീസിൽ മാത്രമല്ല ഇവിടെയും വരാറുണ്ടല്ലോ. അവര് വരുമ്പോ വീടിന്റെ മുന്നിൽ ഓട്ടോറിക്ഷ കിടന്ന ഞാൻ എന്ത് മറുപടി പറയും? അത് മാത്രമല്ല, എന്റെ ചേച്ചി ഓട്ടോക്കാരനെ കെട്ടിയ കഥ വരുന്നവരോടൊക്കെ വിസ്തരിക്കാൻ എനിക്കൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ സ്വാതി, ചേച്ചി പറയുന്നതും ശരിയാമേ. ഇനിയിപ്പോ നാണക്കേട് തന്നെയാ ആ ഓട്ടോ കിടക്കുന്നത്. അപ്പൊ ഒരു വാശി പോലെയാ അവര് കാണുന്നത്. വേറെ എത്രയോ ജോലികളുണ്ട്,
ആ ഓട്ടോറിക്ഷ തന്നെ ഓടിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചു. നമ്മളെ നാണം കെടുത്തണം, അതിനു വേണ്ടിയിട്ട് ആ രണ്ടിന്റെയും മനസ്സില് ഒരു തൊഴിലും മോശമല്ല ഋതു. അമ്മയുടെ ആറ്റിറ്റ്യൂഡാ പ്രശ്നം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് അവക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഈ അഹങ്കാരം മുഴുവൻ കാണിക്കുന്നത്. ദേ ചേച്ചി ഇറങ്ങിയ അഴികാതെ ഞാനും ഇറങ്ങും എന്ന് പറഞ്ഞു സ്വാതി. ഇവിടെ താമസിക്കുന്നതിലും ഭേദം കോളേജ് ഹോസ്റ്റലിലാ. ആരും എങ്ങോട്ട് പോവണ്ട. ഈ പ്രശ്നത്തിന് ആ ഓട്ടോ ഇനി മുതൽ ഈ വീടിന് മുന്നിൽ പാർക്ക് ചെയ്യില്ല. എന്താ പോരെ? അതിന് ഇന്ന് അമ്മ വാ കൊണ്ട് മാത്രം പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു. പൊന്നുമടത്തിലെ മാധവമേനോന്റെ ഭാര്യ ഞാൻ, വെറും വാക്ക് പറയാറില്ല. പൊന്നുമടത്തിലെ അന്തസ്സിന് കോട്ടം തെറ്റുന്ന ഒന്നും സംഭവിക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ബാഗ് നീ വേഗം അകത്ത് കൊണ്ടുവയ്ക്കാൻ, എനിക്കറിയാം എന്ത് വേണമെന്ന് എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പൂർണിമാമ അങ്ങ് പോയി. ഞാൻ ചെറിയൊരു നമ്പർ ഇട്ടതാ, ഏറ്റു, എനിക്കത് അപ്പോഴേ മനസ്സിലായി എന്ന് സ്വാതി. എന്നിട്ട് ആ ഓട്ടോറിക്ഷ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ നമ്പര്. പിന്നെ കാണുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് നമ്മുടെ ഋതിക വന്നിരിക്കുകയാണ്. മാഡം വിസിറ്റേഴ്സ് ഉണ്ട്. ആരാ? ട്രേഡ് യൂണിയൻ നേതാക്കളാ. ഇപ്പൊ എനിക്ക് കാണാൻ നേരമില്ല, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ മാഡം എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. ആ ഡോർ അടച്ചേക്ക് എന്നൂടെ ഋതിക പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇറങ്ങിപ്പോയി. മാനേജർ ഈ സമയത്ത് ഋതിക കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെ ടെൻഷനാണ്. സമയത്താണ് ഇവർ രണ്ടുപേര്, അതായത് ട്രേഡ് യൂണിയന്റെ രണ്ടുപേര് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. എന്താ മാഡം എന്നുള്ള മട്ടിലാണ്, ഒരു ഗുണ്ടായിസം എന്നുള്ള രീതിയില്. ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാ ഞങ്ങള്. ആ കാണണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ മാഡം എന്ത് തിരക്കുണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് സമയം തരണം എന്ന് പറഞ്ഞു. അതാണ് കീഴ്വഴക്കം. മേനോൻ സാർ അടക്കം എല്ലാവരും അത് തന്നെയാ പാലിച്ചിട്ടുള്ളത്. എനിക്ക് സൗകര്യമില്ലെങ്കിലോ നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് മുടന്ത് പറയാണ് കേട്ടോ. ട്രേഡ് യൂണിയൻ നേതാക്കള് ഗുണ്ടായിസം കാണിച്ചാ അതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ശമ്പള വർധനവിനെ പറ്റി സംസാരിക്കാനാ വന്നത്, അല്ലാതെ ഗുണ്ടായിസം കാണിക്കാനല്ല. എന്റെ അനുവാദമില്ലാതെ എന്റെ ക്യാബിലേക്ക് ഇടിച്ചു കയറിയത് ഗുണ്ടായിസമല്ലാതെ പിന്നെ എന്താ മിസ്റ്റർ? വഴക്കിനല്ല, ന്യായമായ പല ആവശ്യങ്ങളും ഞങ്ങൾക്ക് പറയാനുണ്ട് മാഡം. ഒന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഋതിക. അതെങ്ങനെയാ? ഈ സ്ഥാപനം ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയിലാ. ഈ സമയത്ത് ശമ്പളം കൂട്ടിത്തരാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയാ സാമ്പത്തിക പ്രതിസന്ധി വന്നത്? ഞങ്ങൾ കാരണമാണോ? അതിപ്പോ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല മാഡം. മാന്യമായി സംസാരിക്കണം. നിങ്ങളെ ഒന്നും തൃപ്തിപ്പെടുത്തി സംസാരിക്കേണ്ട ബാധ്യത എനിക്കില്ലെങ്കിലോ? ഇറങ്ങിപ്പോവാൻ നോക്കാം. ഒരു ചർച്ചയ്ക്ക് പറ്റിയ മൂഡിലല്ല ഞാൻ. ശരി, മൂഡ് ശരിയാവുമ്പോ മേഡം വിളിക്കാം. അതിനു മുൻപ് ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഭീഷണിയൊന്നും എൻ്റെ അടുത്തേക്ക് വേണ്ട. ഡിജിറ്റലൈസേഷന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ചങ്ങാത്ത മുതലാളിത്തത്തിന്റെയും കാലമൊക്കെ തന്നെ ആയിരിക്കും മേഡം. പക്ഷെ തൊഴിലാളി വർഗം എന്നും തൊഴിലാളി വർഗം തന്നെയാ മേഡം, ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. വർഗബോധമുള്ള തൊഴിലാളിയാ തോളോട് ചേർന്ന് തിന്നാ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് ഇവര് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്താണ് കുറുപ്പും മാവൻ കയറി വരുന്നത്. മോളെ, അവരെ പിണക്കുണ്ടായിരുന്നു, നയത്തി പറഞ്ഞാ പോലായിരുന്നോ? അവരെ പറഞ്ഞ പോലെ ഒന്നും സ്ഥാപനം നടത്താൻ എന്നെ കിട്ടില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവര് ചെയ്യട്ടെ. എന്താണെങ്കിലും ഞാന് ഒരുത്തന്റെ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഋതിക. അപ്പം കുറുപ്പമാവൻ ഇങ്ങനെ നിൽക്കാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഋതു മുള്ളമ്മേ നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.